വെക്കണ്ട, പക വെക്കണ്ട, അസൂയ വെക്കണ്ട, ഹർഷപ്പെടണ്ട ചൊന്നിട്ടോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്തറിയോ? അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ. തഖ്വ എന്നത് ഇവിടെയാണ്, തഖ്വ എന്നത് ഇവിടെയാണ്. അത് ഖൽബിലാണ്, മനസ്സിലാണ്, ഹൃദയത്തിലാണ്. തഖ്വ എന്നത് കേവലം നിസ്കാരമല്ല, തഖ്വ എന്നത് കേവലം നോമ്പല്ല, തഖ്വ എന്നത് കേവലം ഖുർആൻ ഒത്തല്ല. തഖ്വ എന്നത് ഇവിടെയാണ്. നമുക്ക് ഇതന്നെയാണ് ഇല്ലാത്ത, നമുക്ക് തഖ്വ തന്നെ ഇല്ലാത്ത. ബാക്കിയെല്ലാം ഉണ്ട്. നിസ്കാരം കണ്ടെങ്കിൽ അവൻ സലാം വീട്ടുന്നേ ഇല്ല. അങ്ങനത്തെ നിസ്കാരം. നിസ്കാരത്തിന്റെ കല കണ്ടെങ്കിൽ നെറ്റിയില് 3 ആൾക്ക് തുണി കൽക്കുക, അത്ര വലുത്. നോമ്പ് എല്ലാവർക്കും പെരുന്നാളായിട്ട് ഓൻ ഇപ്പോഴും ഉള്ള സാക്ഷി നോമ്പ്. എന്നിട്ടും ഓന്റെ അത്ര നഞ്ചുകാരണം ഈ നാട്ടിൽ വേറെ ഇല്ല. ഇതാ തഖ്വ അല്ല, തഖ്വ ഇവിടെയാണ്. നിങ്ങൾ തഖ്വയുള്ളവരാകണം, നിങ്ങൾ മുത്തഖീങ്ങളാകണം. മുത്തഖീങ്ങൾക്കാണ് അല്ലാഹുവിന്റെ സ്വർഗ്ഗം. ഇന്നലിൽ മുത്തഖീന മഫാസ. അല്ലേ? അല്ലാഹുവിന്റെ മുത്തഖീങ്ങൾക്കാണ് വിജയം. വൽആഖിബത്തു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് എല്ലാ സുഖവും, എല്ലാ വിജയവും, സ്വർഗവും എല്ലാം മുത്തഖീങ്ങൾക്കാണ്. ആരാണ് മുത്തഖി? മുത്തഖി എന്ന് പറഞ്ഞാൽ തഖ്വയുള്ളവൻ. തഖ്വ എവിടെ? അതിവിടെ, നോട്ട് ഇവിടെ. അതതിന്റെ പുറം റേറാണ്, ഇതതിന്റെ പുറത്തേക്കുള്ള പോളിഷാണ്. ഇതെല്ലാം നിസ്കാരമൊന്നും വേണം വേണ്ടെന്നല്ല. ഇതെല്ലാം പുറത്തേക്കുള്ളതല്ലേ, ഇവന് നിസ്കാരം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇത് ക്ലിയർ ആവാണ്ട് കുറെ നിസ്കരിച്ച കാര്യമില്ല. കുറെ നിസ്കരിച്ച ആളെ അബ്ബാസ് ഫസ്റ്റ് ചൊന്നല്ലേ അസാസിൽ അവന്റെ ഫസ്റ്റത്തെ പേര് അങ്ങനെ. പിന്നെ അവന്റെ കുർത്തക്കേട്ടില് അവന്റെ ഹറാം പറപ്പുകൾ എന്തായി? ഇബ്ലീസ് എന്നായി. എത്ര നല്ല പേര്. അവന്റെ പേര് നോക്കണല്ലോ, മൊഹിയുദ്ദീൻ. ആ പേര് ചൊല്ലണമെങ്കിൽ 3 വട്ടം ഒന്നും എടുക്കണം. സ്വഭാവ ജാമ കള്ളന്റെ. ഇപ്പൊ എന്തായി? കള്ളായി. ആ ചങ്ങായി അങ്ങനെ വല്ല ഇബാദത്ത്, ഭയങ്കര നിസ്കാര, ഭയങ്കര ഇൽമു, അതല്ല ജിബ്രീലിന്റെ ഉസ്താദല്ലായോ? എന്നിട്ട് എന്തായി? നഞ്ചുകാരിയ. ആലിമായ ആദമിനെ അല്ലാഹു തആല കാട്ടിച്ചിട്ട് പറഞ്ഞു, ഇതാ ഇയാൾ നിന്റെ കാട്ടി കുറച്ച് ഇൽമു ഇതെല്ലാം ഉണ്ടോ, അയാൾ നല്ലോട് പഠിച്ച ആള്, അയാൾ എന്റെ ഇൽമുള്ള ആള്, നീ തെല്ല് റെസ്പെക്ട് എല്ലാം കൊടുക്കണോ? നീ ഇങ്ങനെ കാലിന്റെ മേലെ കാലിട്ടിട്ട് ഇങ്ങനെ നീ വല്ല ആചാറായിട്ടിക്കൂ, നീ 4 ഇന്നോവ കാറുള്ള ആളായിട്ടിക്കൂ, നീ സ്വർഗത്തിന്റെ വലിയ ബോസ് ആയിട്ടിക്കൂ എന്നും അയാൾ ഇൽമുള്ള ആള്, അയാൾ നല്ല മര്യാദ വെക്കണം ചെന്നപ്പോ അവന്തിരി ചെന്നോത്ര എന്ത് മര്യാദ? ശമ്പളത്തിന്റെ ആള്. അന ഖൈറു മിന്നു ഖലഖതനി മിൻ നാരിൻ വഖലഖതുഹു മിൻ തീൻ. ഓനക്കാലം ഞാൻ ബെസ്റ്റ്. എന്തേ? അവനെ നീ മണ്ണിൽ പഠിച്ച, എന്നെ നീ തീയിൽ പഠിച്ച. ഓന്റെ വിചാരിച്ചൊന്നും ഒന്നുണ്ടാ? മണ്ണും ചൊന്നെങ്കിൽ എപ്പോഴും മേലെറിഞ്ഞെങ്കിൽ കീഴേ വണ്ടോ. നിങ്ങ ഓട വേണം, നിങ്ങ മണ്ണ് മേലെറിയൂല, കീഴേ വണ്ടോ. തണ്ണി കിട്ടൂല, കീഴേ പോണ്ടോ. അതേ ടൈമിൽ തീ അങ്ങനെയല്ല. തീ ഓട കത്തിച്ചെങ്കിലും ദഗദഗാന് മേലെ പോണ്ടോ. തീ അഡ പോണ്ട. എന്തെങ്കിലും മൂളറുപോവോ നിങ്ങ? തീ ദഗദഗാന് മേലെ പോണ്ടോ. ആ ഐഡിയത്തിൽ ചൊന്നോ, അത് തിങ്കാക്കിട്ട് ഓൻ ചൊന്നോ, പഠിച്ചോനെ ആന ഖൈറു മിന്നോ, അവന്റെ കാലം നാണ് മേല്. അയാളെ റെസ്പെക്ട് ആക്കൊന്നും നാനില്ല. സത്യത്തിൽ തീയാ മേല്, മണ്ണാ മേല്, ഏതൊക്കെ പവർ? ഞങ്ങളെ പഠിച്ച മണ്ണുക, അവന്റെ പഠിച്ച തീക. മണ്ണുക എന്റെ ഓടെ തീ പിടിച്ചെങ്കിൽ 1 ബട്ടി മണ്ണ് കൊണ്ടിട്ട് അപ്പൊ കെട്ടിട്ടായി. ഓടെ മണ്ണുണ്ടെങ്കിൽ 1 പെട്രോൾ കൂടെ കത്താല കത്തുങ്ങ അപ്പം കേട്ടു. പിന്നത് മണ്ണവിടെ മേയിക്കും. എപ്പോഴും തീനെക്കാട്ടും മണ്ണെന്നെയാണ് വലുത്. ഞാൻ ഇതിന്റെ ഫിലോസഫി പറഞ്ഞല്ല, ഞാൻ ഇതിന്റെ ഒരു ഭാഗം പറഞ്ഞ. ഓ ചിന്തിച്ച ആ രീതിയിലെല്ലാമാണ് മഹാന്മാരായ ഇമാമിങ്ങൾ ഈ രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. സത്യം പറയട്ടെ, ഓന്റെ മനസ്സിൽ നല്ലോണം നെഞ്ചുണ്ടായി, അസതുണ്ടായി, അസൂയുണ്ടായി, ആദമിനോട് തീർത്താൽ തീരാത്ത പകയുണ്ടായി. അവന്റെ തഖ്വ പോയി, അവന്റെ തഖ്വ പോയി. ഞങ്ങളുടെ ഇടയിലുണ്ടോ ചില ആജിമാർ, ഞങ്ങളുടെ ഇടയിലുണ്ട് ചില ഉംറക്ക് പോയ ആൾമാർ, ഞങ്ങളുടെ ഇടയിലുണ്ടോ ചില നല്ലോണം നിസ്കാരമുള്ള ആൾമാർ, ഞങ്ങളുടെ ഇടയിലുണ്ടോ ചില എന്നെ പോലത്തെ മൊയിലാമാർ, നല്ലോണം നഞ്ചകാര ആൾമാർ. ശരിയല്ല. ആദം
നബി അലൈഹി സ്വലാമിന്റെ രണ്ട് മക്കളെ കഥ അല്ലാഹ്